Hi everyone, we are Triadin. ഇന്ന് നമ്മൾ തന്നിരിക്കുന്നത് ഒരു വർക്കൗട്ട് വീഡിയോ ബോഡി വെയ്റ്റ് വർക്കൗട്ടാണ്. 10 to 20 മിനിറ്റ്സ് ബോഡി വർക്കൗട്ട് അല്ലേ, വിത്തൗട്ട് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ 10 to 20 മിനിറ്റ്സിൽ ഫുൾ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ടൊരു മസിൽ ബിൽഡിംഗ് അങ്ങനെയാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ബോഡി വെച്ച് വർക്കൗട്ട് ആകുമ്പോൾ ഒരു 40 to 45 മിനിറ്റ്സ് ഒരു ബോഡി വെച്ച് വർക്കൗട്ട് കൊടുക്കണം. അപ്പോൾ 10 മിനിറ്റ്സിൽ നമുക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ വിത്തൗട്ട് എക്യുപ്മെന്റ്സ് നമ്മളൊരു വർക്കൗട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം. Three sets push-ups, 3 sets pull-ups and 3 sets of squats. എല്ലാം 3 സെറ്റ്സ് ആണ്. കറക്റ്റ് ഫോം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ, അതായത് സ്പീഡൊന്നും അല്ല ഇതിൽ മെയിനായിട്ട്, നല്ല രീതിയിൽ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഫോം മെയിൻറ്റെയിൻ ചെയ്ത് അടിക്കുക എന്നുള്ളതാണ്. പുള്ളപ്സിൽ 5 to 8 reps ആണ്. പിന്നെ വരുന്നത് പുഷപ്സ് 8 to 12 reps. പിന്നെ സ്ക്വാട്ട്സ് 10 to 15 reps. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഏതായിരുന്നു? പുള്ളപ്പിൽ വൈഡായിട്ട് പിടിക്കണം. ഷോൾഡർ അതിനായി അങ്ങോട്ട് വന്നാൽ ഇല്ല, ഷോൾഡറിൻ്റെ തൊട്ട് പുറത്ത്. പുള്ളപ്പിൻ്റെ മെയിൻ ആയിട്ട് വെച്ചാൽ ഫോം കോറ് ടൈറ്റിങ്. അതെ, കോറ് ടൈറ്റ് ചെയ്യണം. പിന്നെ കാല് സ്ട്രൈറ്റ് ആയി പിടിക്കുന്നതാണോ? കോറ് ടൈറ്റ് ചെയ്യുക, കാല് സ്ട്രൈറ്റ് ചെയ്യുക, മുമ്പോട്ട് വെച്ചിട്ട് അങ്ങനെയാണ് കറക്റ്റ്. പിന്നെ ഫുൾ സ്ട്രെച്ച്, ഫുള്ളായിട്ട് മൂവ്മെൻറ്റ് വരണം. പകുതി വെച്ചിട്ട് ബാക്ക് ഫുൾ സ്ട്രെച്ച് ആണ്. ഇത് ഈ കറക്റ്റ് താഴത്തേക്ക് തന്നെ പോകണം. പകുതി വെച്ചിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ബിഗ്നേഴ്സ് ആണ് ഈ എന്താ പറയുക, പുള്ളപ്പ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നെഗറ്റീവ് പുള്ളപ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ചെയ്യാം. ചാടി പിടിച്ച് കഴിഞ്ഞിട്ട് ഈ പൊസിഷനിലേക്ക് വന്നതിന് ശേഷം അവിടെ ഹോൾഡ് ചെയ്യുക, മെല്ലെ റിലീസ് ചെയ്യുക. അഗൈൻ വീണ്ടും ചാടി പിടിക്കുക. ഇതുപോലെ പുള്ള് ചെയ്യാൻ പറ്റില്ല, ചേരിട്ട് പിടിച്ചാലും മതി. ഈ സാധനം ഒരു എത്ര റെപ്സ് ചെയ്യുന്നു? 5 to 8. നെഗറ്റീവ് പുള്ളപ്സ് അടിക്കുകയാണെങ്കിൽ നേരെ മുകളിൽ ഇങ്ങനെ ചാടുക, ഹോൾഡ് ചെയ്യുക. ഇത് 5 to 8 reps അല്ലേ? 5 to 8 reps, 3 sets. പുഷപ്സ് അടിക്കുമ്പോൾ ഇതാണ് ശ്യാം. ഇത് കറക്റ്റ് ഒന്ന് നേരെ നിന്നാ. ഹലോ പോയി പിടിച്ചു വെക്കണ ഒരു മിനിറ്റേ. ഈ കൈ ഇങ്ങനെ പിടിച്ചു വെക്കണ്ട, എൻ്റെ കയ്യിൽ ഇഞ്ചുറി ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചത്. റിസ്റ്റ് ഇങ്ങനെ തന്നെ പിടിച്ചാൽ മതി കേട്ടോ. ഈ സാധനം കറക്റ്റ് ഇങ്ങനെ ഈ ഒരു ഡിഗ്രിയിൽ വരണം. അല്ലാണ്ട് ഇങ്ങനെ വൈഡ് നമ്മളെ അങ്ങനെ വരണം, വൈഡാക്കി പിടിയാമല്ലേ, അങ്ങനെ വരരുത് പുഷപ്പ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ഫോം ഓഫ് പുഷപ്പ്. ഇതല്ലെങ്കിൽ ബിഗിനേഴ്സിന് മറ്റേ നീ വെച്ചിട്ട് അല്ലേ, നീ വെച്ചാണെങ്കിൽ മുട്ട് കുത്തിയിട്ട് ഇത് മുട്ട് കുത്തി വെച്ചാൽ പ്രോപ്പർ ഫുൾ പുഷപ്പ് അടിക്കാൻ പറ്റാത്തവർക്ക് ഫുള്ളായിട്ട് പുഷപ്പ് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പുഷപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. പേരിൽ പുഷപ്പ് അടിക്കുന്നേരം ആംസ് വെക്കുക, കോർ ടൈറ്റ് ചെയ്യുക, ബാക്ക് കോർ ടൈറ്റ് ആക്കി പിടിക്കുക. കോർ ടൈറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം പുഷപ്സ് അടിക്കുന്ന സമയത്ത്. പുഷപ്സ് അല്ല, ബോഡി വെച്ച് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോർ എപ്പോഴും ടൈറ്റ് ആയിരിക്കണം. അപ്പം പുഷപ്സ് ഒരു 8 to 12 reps, 3 sets അല്ലേ, 3 sets ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പുള്ളപ്സ് ചെയ്ത് പുഷപ്സ് ചെയ്ത് സ്ക്വാട്ട്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പുഷപ്സ് അടിക്കാം, അല്ലെങ്കിൽ ആദ്യം പുള്ളപ്സ് കൊടുത്തിട്ട് പിന്നെ പുഷപ്സിലേക്ക് പോകാം, പിന്നെ സ്ക്വാട്ട്സ്, അങ്ങനെ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും അങ്ങനെ ഒരു 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ പുള്ളപ്പ് കഴിഞ്ഞു, പുഷപ്സ് കഴിഞ്ഞു. ഇനി പുള്ളപ്പ് കോഴ്സ് എല്ലാവർക്കും അറിയാം, ബാക്കിലേക്ക് ഹീറ്റ് ചെയ്യുന്നതാണ്. ബാക്ക് ആംസിനൊക്കെ കിട്ടും. അതുപോലെ തന്നെ പുഷപ്സിലേക്ക് വരുന്ന സമയത്ത് ട്രൈസെപ്സ്, ഷോൾഡേഴ്സ്, ചെസ്റ്റ്, പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കോർ ടൈറ്റ് ചെയ്തിട്ട് തന്നെ അടിക്കുക. അപ്പോൾ കോറിലും കിട്ടും.
പിന്നെ അല്ല ബോഡി വെയിറ്റ്സ് കളിക്കുമ്പോൾ എന്തായാലും കോറിൽ കിട്ടും. കോർ സ്ട്രെങ്ത് ഇല്ലാതെ ബോഡി വെയിറ്റ്സ് ഒന്നും എന്തായാലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ കുറേ വേരിയേഷൻസ് ഉള്ളതുണ്ട്. പുള്ളപ്പ് വേറെ വേരിയേഷൻ ഉണ്ട്, വേറെ മസിൽ ഹിറ്റ് ചെയ്യാനുള്ള. അത് നമുക്ക് വേറെ വീഡിയോയിൽ പറയാം അല്ലേ? അതെ, അത് നമ്മളെന്തായാലും ഒരു വീഡിയോ കംപ്ലീറ്റ് എന്താ പറയുക ഫുൾ ബോഡി വെയിറ്റ്സ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഒരു വീക്കിൽ ബോഡി വെയിറ്റ്സ് വെച്ചിട്ടൊരു ഡേ ഉണ്ടാവും. ബോഡി വെയിറ്റ്സ് ഡേ എന്തായാലും ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും. സ്കോട്ട്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസ് ഷോൾഡർ ഡിസ്റ്റൻസിൽ ക്വാഡ്സിനെ ഹിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ നിന്നിട്ട് കൈ മുന്നോട്ട് വെച്ച ശേഷം എഴുന്നേൽക്കുക. ഇതാണ് ഈ പ്രോപ്പർ ഫോം ഓഫ് സ്ക്വാട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സ്ക്വാട്സ് അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബാക്കോട്ടേക്കാണ് ഇരിക്കേണ്ടത്. ഈ മുട്ടുംകാലൊന്നും ഒരിക്കലും ഇതിൻ്റെ മുന്നോട്ടേക്കോ അതെ ഈ ഒരു ഇതിൻ്റെ മുന്നോട്ടേക്കോ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച പോലെ ഉണ്ടാവും. ഇപ്പോൾ ഫീറ്റിന് ഇരിക്കുന്നുണ്ടെങ്കിൽ സ്ക്വാട്സിൻ്റെ ഫോം കറക്റ്റ് അല്ല എന്നാണ് അർത്ഥം. അത് നമ്മൾ ഈ ബാക്കോട്ട് ഇരുന്നാൽ മാത്രമേ ഇത് ഇങ്ങനെ സ്ക്വാട്സ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിലില്ലേ ഈ ഡയലോഗ് ഒന്ന് ഫുള്ളായിട്ട് ഇടരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ആപ്സ് കവർ ചെയ്യാം. ആപ്സിനൊരു വർക്കൗട്ട് കൊടുത്ത ശേഷം പ്ലാങ്ക് ചെയ്തിട്ട് നിർത്താം. പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. എങ്ങനെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് വാമപ്പ്, പിന്നെ മെയിൻ വർക്കൗട്ട്, പിന്നെ സ്ട്രെച്ചിങ്. അതാണ് ഒരു ഈ റൂട്ടീൻ്റെ മെയിൻ സംഭവം. പക്ഷേ ഈ ചെയ്യണമൊക്കെ എഫക്റ്റീവ് ആവണമെങ്കിൽ പ്രോപ്പർ ഡയറ്റ് വേണം. അത് വേണം, അത് നിർബന്ധമായിട്ട് വേണം. പിന്നെ ഈ എന്താ പറയുക ഒരു 10 minutes ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 10 minutes ഒന്നും വർക്കൗട്ട് ചെയ്തതിനെ കൊണ്ട് മസിൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യമില്ല. പ്രോപ്പറായിട്ട് എന്തായാലും ഒരു 40 to 45 minutes അല്ലെങ്കിൽ ഒരു 1 hour എന്തായാലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ചെയ്ത് ഒരു അത്യാവശ്യം നല്ല ഡയറ്റും കൂടി എടുത്താൽ നല്ല വ്യത്യാസം ടോണായത് ബോഡി ടോൺ ചെയ്യുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ കുറച്ചായിട്ടുള്ളൂ, 4 മാസമായിട്ടുള്ളൂ. അപ്പോൾ കോറിന് വേണ്ടിയിട്ട് ഈ ലെഗ് റേസസ് ചെയ്താൽ മതി. ഇതും വളരെ സ്ലോ ആയിട്ട് ചെയ്യാം. ഇതൊരു 3 sets 12 reps എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. പ്ലാങ്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, കൈ ഷോൾഡറിൽ എടുത്ത് തന്നെ വെക്കുക, കുറച്ചുകൂടെ അല്ലെങ്കിൽ അടുപ്പിച്ച് വെക്കുക, ബാക്ക് സ്ട്രൈറ്റ് ആക്കുക, കോർ ബ്രേസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെയ്ത് കറക്റ്റ് പക്കാ 10 minutes ഒരു 30 minutes ഒരു വർക്കൗട്ട് ചെയ്ത് 30 seconds ഒരു വർക്കൗട്ട് ചെയ്ത് ഒരു 30 seconds റെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ വർക്കൗട്ട്സ് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊന്നും മസിൽ ബിൽഡിങ്ങിനെ സഹായിക്കുന്ന ഒരു സാധനമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഓക്കെ നിങ്ങൾ ഓൾറെഡി ഒരു അത്യാവശ്യം ഫിസിയൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു വാമപ്പ് രീതിയിൽ അല്ലെങ്കിൽ ഒരു പമ്പിങ് എന്നുള്ള രീതിയിൽ മാത്രം സഹായിക്കുന്ന ഒരു വർക്കൗട്ട് ആയിരിക്കും അത്. അപ്പോൾ എപ്പോഴും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വർക്കൗട്ട് ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 40 to 45 minutes വർക്കൗട്ടിന് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് എക്യുപ്മെൻറ്റ്സ് തന്നെ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അത് പിന്നെ ബാക്കി ഇൻറ്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ച് മസിൽസിനെ ചാലഞ്ച് ചെയ്താൽ മസിൽ ഗ്രോ ചെയ്യില്ല, വളരൂല. ചാലഞ്ച് ചെയ്യാതെ മസിൽ വളരും. ഈ 30 minutes ഒക്കെ വർക്കൗട്ടിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽസിനെ പ്രോപ്പറായിട്ട് ചാലഞ്ച് ചെയ്യില്ല. സെക്കൻഡ് ടോട്ടൽ 30 minutes പ്രോപ്പറായിട്ടൊരു ബോഡി വെയ്റ്റ്സ് വർക്കൗട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. നമ്മളൊരു വ്ളോഗ് രീതിയിൽ അത് കവർ ചെയ്യും. ഞാൻ ട്രയറിൻ്റെ CEO. ഈ വീഡിയോയിൽ കുറേ ഫ്ലോസ് ഉണ്ട്. ഓരോ വീഡിയോസിൽ അത് അടുത്തതായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ആരും പണിക്കില്ല, അതാണ് സംഭവം. എനിക്ക് പണിയില്ല, ഞാൻ ബിസിനസ്, ഞാൻ കോടികളുടെ ബൈ ബൈ ടാറ്റ. നമ്മൾ